മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന രാജ്യം എന്നും ഒരു സമസ്യയാണ്. സമീപകാലത്ത് അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ ഉന്നത കമാൻഡർമാരും ഭരണ നേതൃത്വത്തിലെ പ്രധാനികളും ലക്ഷ്യമിടപ്പെട്ടപ്പോൾ ലോകമുറ്റുനോക്കുന്നത് ഒരേയൊരു കാര്യമാണ്. ഇത്രയേറെ ആഘാതങ്ങൾ ഏറ്റിട്ടും ഇറാന്റെ ഭരണകൂടം എങ്ങനെയാണ് ഇത്രയും സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നത്? ഒരു ഭരണാധികാരിയോ സൈനിക തലവനോ ഇല്ലാതായാൽ തകർന്നു പോകുന്ന തരം ദുർബലമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയല്ല ഇറാന്റേത്. മറിച്ച് ഒരു വ്യക്തിക്ക് മുകളിൽ വ്യവസ്ഥാപിതമായ കണിശമായ നിയമ സംഹിതകളാൽ കെട്ടിപ്പടുത്ത ഒരു അധികാര രൂപമാണത്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം രൂപപ്പെടുത്തിയ ഈ ഭരണഘടന ഏത് വലിയ പ്രതിസന്ധിയിലും രാജ്യം തകരാതെ കാത്തുസൂക്ഷിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് വിലായത്ത് ഇ ഫക്കീഹ് എന്ന സങ്കല്പമാണ്. ഇസ്ലാമിക നിയമജ്ഞന്റെ രക്ഷാകർതൃത്വം എന്നതാണ് ഇതിനർത്ഥം. രാജ്യത്തിന്റെ സകല അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സുപ്രീം ലീഡർ അഥവാ പരമോന്നത നേതാവിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഇറാനിലുണ്ടെങ്കിലും സൈന്യം, വിദേശനയം, നീതിന്യായം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പരമോന്നത നേതാവാണ്. അയത്തുള്ള അലി ഖമേനി വഹിച്ചിരുന്ന ആ പദവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ജനാധിപത്യപരമായ മത്സരത്തിലൂടെ എത്തുന്ന ഇടമല്ല, മറിച്ച് ആത്മീയവും രാഷ്ട്രീയവുമായ യോഗ്യതകൾ മുൻനിർത്തി നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ്. ഈ പദവിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇറാന്റെ യഥാർത്ഥ ഭരണയന്ത്രം അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. വ്യക്തികൾ മാറുമെങ്കിലും പദവികൾ നിലനിൽക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇറാന്റെ ഭരണഘടനയുടെ ഓരോ വരിയിലുമുണ്ട്. ഒരു പരമോന്നത നേതാവ് ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ പകരക്കാരനെ കണ്ടെത്തുക എന്നത് ഏതൊരു രാജ്യത്തെയും സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇറാൻ ഇതിനായി 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന ഒരു സമിതിയെ സജ്ജമാക്കിയിട്ടുണ്ട്. 8 വർഷത്തിലൊരിക്കൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന മതപണ്ഡിതരുടെ ഈ സംഘമാണ് അടുത്ത പരമോന്നത നേതാവ് ആരെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് അത്ര ലളിതമല്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓരോ സ്ഥാനാർത്ഥിയെയും അതീവ ജാഗ്രതയോടെ പരിശോധിക്കുന്ന മറ്റൊരു സമിതിയുണ്ട്. അതാണ് ഗാർഡിയൻ കൗൺസിൽ. ഭരണകൂടത്തിന്റെ തത്വങ്ങളോട് പൂർണ്ണമായും കൂറു പുലർത്തുന്നവർ മാത്രമേ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ എന്ന് ഇവർ ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു നേതൃത്വം എപ്പോഴും ഇറാന്റെ തലപ്പത്തുണ്ടാകുമെന്ന് ഈ സംവിധാനം ഉറപ്പു നൽകുന്നു. ഭരണതലപ്പത്ത് ഒരു അപ്രതീക്ഷിത മരണം സംഭവിക്കുമ്പോൾ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ ഇറാൻ ഒരു പ്രത്യേക ഇന്ററിം കൗൺസിലിനെ സജ്ജമാക്കിയിട്ടുണ്ട്. 2024 ഇബ്രാഹിം റൈസി എന്ന പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ ഇറാൻ എരിഞ്ഞിറങ്ങുമെന്ന് കരുതിയെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യം ആ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നത് ഇതിനുദാഹരണമാണ്. പ്രസിഡന്റ്, നീതിന്യായ വിഭാഗം മേധാവി, ഗാർഡിയൻ കൗൺസിൽ അംഗം എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് അടിയന്തര സാഹചര്യത്തിൽ ഭരണം ഏറ്റെടുക്കുന്നത്. 50 ദിവസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി ഭരണം കൈമാറുക എന്നതാണ് ഇവരുടെ ദൗത്യം. അധികാരത്തിന് വേണ്ടി തെരുവിൽ യുദ്ധം നടക്കാതെ നിയമപരമായ പാതയിലൂടെ മാത്രം ചലിക്കുന്ന ഒരു ഘടനയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭരണകൂടത്തിലെ ഓരോ വ്യക്തിയും മറ്റൊരാളാൽ പകരം വയ്ക്കാവുന്ന കണ്ണി മാത്രമാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇറാന്റെ ഭരണയന്ത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ് 12 അംഗങ്ങളുള്ള ഗാർഡിയൻ കൗൺസിൽ. 6 മതപണ്ഡിതന്മാരും 6 നിയമവിദഗ്ധരും അടങ്ങുന്ന ഈ സമിതി ഒരു ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്കും ഇസ്ലാമിക തത്വങ്ങൾക്കും വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനാണ് ഇവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ പ്രധാന തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ യോഗ്യത നിശ്ചയിക്കുന്നതും ഇവർ തന്നെയാണ്. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയും അധികാരത്തിൽ എത്തുന്നില്ല എന്ന് ഇവർ ഉറപ്പുവരുത്തുന്നു. ഈ കണിശമായ പരിശോധനയാണ് ഇറാന്റെ പ്രത്യയശാസ്ത്ര സ്ഥിരതയുടെ രഹസ്യം. പടിഞ്ഞാറൻ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ജനഹിതം എന്നത് ഭരണകൂടം നിശ്ചയിക്കുന്ന പരിധികൾക്കുള്ളിൽ നിന്നും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. സുപ്രീം ലീഡറുടെ പിൻഗാമിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇറാനിൽ അതീവ രഹസ്യമായാണ് നടക്കാറുള്ളത്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ പക്കൽ ഒരു രഹസ്യ പട്ടിക ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ പോലെയുള്ളവരുടെ പേരുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പട്ടികയിലുള്ളത് ആരൊക്കെയാണെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയാവൂ. ഈ രഹസ്യ സ്വഭാവം അധികാര കൈമാറ്റ വേളയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാഹ്യ ഇടപെടലുകളെയും ആഭ്യന്തര കലഹങ്ങളെയും തടയാൻ സഹായിക്കുന്നു. അവസാന നിമിഷം മാത്രം പേര് വെളിപ്പെടുത്തുന്നതിലൂടെ ശത്രുരാജ്യങ്ങൾക്ക് ഭരണമാറ്റത്തിൽ ഇടപെടാനുള്ള സാവകാശം നൽകാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ തന്ത്രം. അതീവ സുരക്ഷിതമായ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വജ്രം പോലെയാണ് ഇറാന്റെ അധികാര കൈമാറ്റ രേഖകൾ. ഭരണപരമായ സംവിധാനങ്ങൾക്കപ്പുറം ഇറാന്റെ നിലനിൽപ്പിനെ താങ്ങി നിർത്തുന്ന മറ്റൊരു ശക്തിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC. സാധാരണ സൈന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വിപ്ലവത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ദൗത്യം.
രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലും രഹസ്യാന്വേഷണ വിഭാഗത്തിലും ഇവർക്ക് വൻ സ്വാധീനമുണ്ട്. ഭരണ നേതൃത്വത്തിൽ ആര് വന്നാലും അവർക്ക് IRGCയുടെ പിന്തുണ അനിവാര്യമാണ്. സൈനിക നേതൃത്വത്തിലെ ഉന്നതർ കൊല്ലപ്പെട്ടാലും താഴെത്തട്ടിലുള്ള കമാൻഡർമാർക്ക് അധികാരം സ്വയം വികേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ ഘടന. ഖാസിം സുലൈമാനിയെ പോലെയുള്ള അധികായന്മാർ കൊല്ലപ്പെട്ടിട്ടും IRGC തളരാത്തത് ഈ വികേന്ദ്രീകൃത അധികാര സംവിധാനം കാരണമാണ്. ഇത്രയേറെ സങ്കീർണമായ ഒരു സംവിധാനം നിലനിൽക്കുമ്പോഴും ഇറാന്റെ മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളും ജനങ്ങൾക്കിടയിലെ അസംതൃപ്തിയും ഭരണകൂടത്തിന് എന്നും തലവേദനയാണ്. എന്നാൽ ഭരണഘടനയിലൂടെ കെട്ടിപ്പടുത്ത ഈ കോട്ട അത്ര പെട്ടെന്നും തകരുന്നതല്ലെന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. ഓരോ ഉന്നത നേതാവിൻ്റെയും വിയോഗം ഇറാന്റെ ഭരണകൂടത്തിന് ഒരു ആഘാതമാണെങ്കിലും അത് സിസ്റ്റത്തെ മൊത്തത്തിൽ സ്തംഭിപ്പിക്കുന്നതല്ല. ഒരു എഞ്ചിനിലെ സ്പെയർ പാർട്സ് മാറ്റുന്നത് പോലെ ലളിതമായി അധികാര സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളെ പ്രതിഷ്ഠിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇറാന്റെ ഭരണ സംവിധാനം ഒരു യന്ത്രം പോലെയാണ്. അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരുമാകട്ടെ ആ യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതി കൃത്യമായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നേതാക്കൾ കൊല്ലപ്പെടുമ്പോഴും ഭരണകൂടം പതറാത്തത് അതുകൊണ്ട് തന്നെയാണ്. വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചാലും ഇറാന്റെ ഈ കരുത്തുറ്റ ഭരണഘടന തന്നെയാകും അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ കവചം. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെക്കാൾ ഈ ആഭ്യന്തര ക്രമത്തെ എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു എന്നതിലായിരിക്കും ഇറാന്റെ ഭാവി നിലനിൽക്കുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങൾ ഭരണകൂടത്തിന്റെ വേരുകളെ അറുത്തുമാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ പാകത്തിൽ ആഴത്തിൽ വേരോടിയതാണ് ഇറാന്റെ ഭരണയന്ത്രം. ഈ പ്രതിരോധ ശേഷിയാണ് ഇറാനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക പഠന വിഷയമാക്കി മാറ്റുന്നത്. ലോകം എന്തു തന്നെ പറഞ്ഞാലും തങ്ങളുടെ തനതായ അധികാര ശൈലിയിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകാനാണ് ഇറാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. ആ നിശ്ചയദാർഢ്യം തന്നെയാണ് അവരുടെ ഭരണകൂടത്തിന്റെ സുസ്ഥിരതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.